ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് കൂടുതൽ ആവേശകരമായിരിക്കുന്നു. ആദ്യം ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് 246 റൺസിന് ഓൾ ഔട്ടായപ്പോൾ മറുപടിയായി ആദ്യ ഇന്നിംഗ്സിലെത്തിയ ഇന്ത്യ 436 റൺസാണ് അടിച്ചെടുത്തത്. 190 റൺസിന്റെ ലീഡും ഇന്ത്യ നേടുകയുണ്ടായി. ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ എന്നിവർ അർദ്ധ സെഞ്ചുറിയും നേടി. 3 പേരും 80-ലധികം റൺസ് നേടിയെങ്കിലും ഇവർക്കാർക്കും തന്നെ സെഞ്ചുറിയിലേക്ക് എത്താനായില്ല. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ജഡേജയാണ്. 180 പന്തിൽ 7 ഫോറും 2 സിക്സറും അടക്കം 87 റൺസാണ് ജഡേജ നേടിയത്. താരം സെഞ്ചുറിയിലേക്ക് എത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ജോ റൂട്ടിന്റെ പന്തിൽ LBWവിൽ കുരുങ്ങിയാണ് ജഡേജ പുറത്തായത്. എന്നാൽ ഇപ്പോഴിതാ ജഡേജയുടെ പുറത്താവൽ വിവാദമാവുകയാണ്. അമ്പയർ ഔട്ട് വിളിച്ചപ്പോൾ ജഡേജ റിവ്യൂ എടുത്തിരുന്നു. കാരണം പന്ത് ബാറ്റിലാണ് തട്ടിയതെന്ന് ജഡേജയ്ക്ക് അറിയാമായിരുന്നു. ബാറ്റിൽ പന്ത് ഉരസിയതായി അൾട്രാ എഡ്ജ് പരിശോധനയിലും വ്യക്തമായി. എന്നാൽ റിവ്യൂവിന് പിന്നാലെ അമ്പയർ എടുത്ത തീരുമാനമാണ് ഏവരെയും അമ്പരപ്പിച്ചത്. അൾട്രാ എഡ്ജ് കാട്ടിയെങ്കിലും അമ്പയർ ബോളർക്കൊപ്പമാണ് നിന്നത്. ബാറ്റിലാണോ പാഡിലാണോ പന്ത് ആദ്യം തട്ടിയതെന്ന് അമ്പയർക്ക് തിരിച്ചറിയാനായില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ബാറ്റർക്കൊപ്പമാണ് അമ്പയർ നിൽക്കാറ്. എന്നാൽ ഇത്തവണ അമ്പയറുടെ തീരുമാനം ജഡേജയ്ക്കെതിരായിരുന്നു. ഇതോടെ ജഡേജയ്ക്ക് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. അർഹമായ സെഞ്ചുറിയാണ് താരത്തിന് നഷ്ടമായത്. ഇതോടെ ഈ പുറത്താവൽ വിവാദമാവുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ ആരാധകർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്.